ഇത് ഫോർട്ട് കൊച്ചി ബീച്ച്. ഈ ബീച്ചിലെ മാലിന്യങ്ങൾ ഈ പരിസരങ്ങളിൽ നിന്ന് മാത്രം അടിഞ്ഞവയാണോ? സുഹൃത്തെ, താങ്കൾക്ക് എത്ര ചെരുപ്പുണ്ട്? ഇന്നലെ നിങ്ങൾ കടയിൽ പോയപ്പോൾ എത്ര പ്ലാസ്റ്റിക് കിറ്റുകൾ വാങ്ങി? പശ്ചിമഘട്ടത്തിൽ നിന്നും 48 മണിക്കൂർ മതി നദിക്ക് കടലിലേക്കെത്താൻ. ഇത് കടമ്പ്രയാർ. നല്ലൊരു ശുദ്ധജല സ്രോതസ്സാണ് കടമ്പ്രയാർ. കിൻഫ്ര ഇവിടെ നിന്നും പമ്പ് ചെയ്യുന്ന വെള്ളമാണ് ശുദ്ധീകരിച്ച് ഇൻഫോ പാർക്കിനും ദുബായ് സ്മാർട്ട് സിറ്റിക്കും നൽകുന്നത്. കൊച്ചി നഗരത്തിന്റെ പാപമാലിന്യങ്ങൾ കുന്നുകൂടിയ ബ്രഹ്മപുരത്തെ തഴുകിയാണ് കടമ്പ്രയാർ ഇന്നൊഴുകുന്നത്. ഇൻഫോ പാർക്കിലും ദുബായ് സ്മാർട്ട് സിറ്റിയിലും ഉയരുന്ന ഗ്ലാസ് തീച്ചൂളകൾ, ഇതൊക്കെ ശീതീകരിക്കാനുള്ള ടണ്ണേജ് എത്രയായിരിക്കും? വിദേശ മാതൃകകൾ കോപ്പി അടിക്കുകയല്ല വേണ്ടത്. പകരം ദേശത്തിനും കാലത്തിനും അനുസരിച്ചായിരിക്കണം നിർമ്മിതികൾ. അല്ലെങ്കിൽ അക്ഷാംശങ്ങൾക്കും രേഖാംശങ്ങൾക്കും ഇണങ്ങുന്നവ. അതിനെ വാസ്തുകല എന്നു പറയാം. അങ്ങോട്ടേക്കാണ് പുത്തൻ തലമുറ ചേക്കേറുന്നത്. ഇത് നഗരസഭയുടെ മാലിന്യ സംസ്കരണ അല്ല, ശേഖരണ സ്ഥലം. വെള്ളം നിറഞ്ഞു നിൽക്കുന്ന വലിയൊരു പാടശേഖരത്തേക്കാണ് എത്തിച്ചേരുന്നത്. നാലുകെട്ടും നടുമുറ്റവും ഇടിച്ചു നിരത്തി തീർക്കുന്ന കെട്ടിട സമുച്ചയങ്ങൾക്കും അപ്പാർട്ട്മെന്റിനും സമീപത്ത് നിന്നും തന്നെ വരുന്ന ടാങ്കർ ലോറികളിലെ വെള്ളമാണ് ഇപ്പോൾ കുടിവെള്ളം. ഈ നഗരിയുടെ നാഗരികത ഏറ്റുവാങ്ങുകയാണ് ഈ തണ്ണീർത്തടം. ഇവിടെ തരംതിരിക്കലില്ല, ശേഖരിക്കലും നിരത്തലും മാത്രം. ഒരു ടിവിയുടെ ഉള്ളിൽ 2 കിലോ ലെഡുണ്ട്. ഇതിനുള്ളിൽ എത്രയോ റേഡിയോ ആക്റ്റീവായ പദാർത്ഥങ്ങൾ കാണാം. കേട്ടുകേൾവി പോലുമില്ലാത്ത രോഗങ്ങൾ, കയ്യെത്താ ദൂരത്തെത്തിയ ക്യാൻസർ, വിജയം ആഘോഷിക്കുന്ന ഹൈടെക് ഹോസ്പിറ്റലുകൾ അനവധി. ഇവിടെ കൊടുങ്കാറ്റിന്റെ നടുവിലെ ശാന്തതയാണ്.
എവിടെയാണ് ബാലവേലകൾ നിരോധിക്കപ്പെട്ടിരിക്കുന്നത്? ലേബർ ക്യാമ്പുകളെക്കുറിച്ചും വൃത്തിയുള്ള തൊഴിൽ മേഖലകളെക്കുറിച്ചും നമ്മളിൽ ആർക്കെങ്കിലും ആശങ്കയുണ്ടെങ്കിൽ അവർ ഇവിടെ വരണം. നാം തീറ്റിപ്പോറ്റുന്ന ബാല്യകൗമാരങ്ങൾ. പേരും ഊരും അറിയാത്തവരുടെ ജീവിതങ്ങൾ ഇവിടെ തുടങ്ങുന്നു. സമൂഹത്തിന്റെ ധാർഷ്ട്യങ്ങളിൽ ജീവിതമാർഗം കണ്ടെത്തുന്ന ഇവർ യാഥാർത്ഥ്യങ്ങൾക്ക് നടുവിലാണ്. നാമവും രൂപവും മാത്രമേ മാറുന്നുള്ളൂ എന്ന പ്രയോഗത്തിൽ അടിമത്വവും വരുന്നു. സഹായിക്കുക എന്നതിനപ്പുറം തീരുമാനമെടുക്കുവാനുള്ള അവകാശം സമൂഹത്തിനില്ല. ഏത് സുപ്രധാന തീരുമാനമെടുക്കുവാനും ഏറ്റവും അനുയോജ്യനായ വ്യക്തി അവനവൻ തന്നെയാണ്. ഒരു മാസം നമുക്ക് 100 രൂപയാണ് കറണ്ട്. കടയിൽ പോയി ഇവര് പോയി എന്തെല്ലാം സാധനങ്ങൾ മേടിച്ച് വേസ്റ്റിക്കൊണ്ടു കളയണം. അവിടേക്കാണ് അവർ നിരന്തരം ചെയ്യുന്ന തെറ്റായ പ്രവൃത്തികൾ തങ്ങളെ തന്നെ ഇല്ലായ്മ ചെയ്യുമാറ് കരുത്താർജിച്ച് കാറ്റിലൂടെയും വെള്ളത്തിലൂടെയും പച്ചക്കറിയിലൂടെയും തങ്ങളെ തന്നെ തേടിയെത്തുന്നത്. ഇത് മട്ടാഞ്ചേരി കായലിനു സമീപം പുതിയ BOT പാലത്തിനടുത്ത മാലിന്യ ശേഖരണ സ്ഥലം. ഒരിക്കലും കെടാത്ത അഗ്നി എരിയുന്നിടം, ആധുനിക ഹോമകുണ്ഡം. തൊട്ടടുത്ത് പെട്രോൾ പമ്പും ബെൻസീൻ സ്റ്റോർ ടാങ്കുകളും. നടത്തിക്കൊണ്ടിരുന്നത് വളരെ ഭംഗിയായിട്ട് അവർ നടത്തി. അവരെ ഞാൻ ആദ്യം അഭിനന്ദിക്കുകയാണ്. പിന്നെ ഈ പരിപാടി നല്ല രീതിയിൽ മുന്നോട്ട് പോകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരെയും ആശംസകൾ നേർന്നുകൊണ്ട് ഓരോ മാലിന്യ സംസ്കരണ സെമിനാറും സെമിനാറിന്റെ പ്രസക്തി വർദ്ധിപ്പിക്കുന്നു. ഈ കമ്പോളങ്ങളിലെ റാക്കുകളിൽ നിറഞ്ഞിരിക്കുന്ന നിത്യോപയോഗ വസ്തുക്കളുടെ പ്ലാസ്റ്റിക് കവറുകൾ അവയ്ക്ക് ഇത്ര ചായക്കൂട്ട് ആവശ്യമുണ്ടോ? ആകർഷിച്ച് ഞെട്ടിപ്പിക്കുന്ന രീതികൾ. ഇത് തുടരുന്ന കാലത്തോളം നമ്മുടെ ശീലങ്ങൾ മാറില്ല. ആഘോഷിക്കുകയല്ല, വിനോദിപ്പിക്കുകയുമല്ല മാധ്യമങ്ങളുടെ പ്രഥമ ധർമ്മം. അവസ്ഥകളെ അനുഭവിപ്പിക്കലാണ്. ഈ കടലാസിലെ പുലികൾ ചിലവിടുന്ന തുക കോടികൾ കടന്ന് ശതകോടിയിലെത്തിയിരിക്കുന്നു. ഇത് മെട്രോ റെയിലിനു വേണ്ടി വികസിപ്പിച്ച കൊച്ചിയിലെ ചിറാപുഞ്ചിയായിരുന്ന കളമശ്ശേരി HMTയുടെ പകസ്ഥലം. കൊച്ചിയുടെ ആകാശത്ത് കൂടെ പോകുന്ന മഴക്കാറുകൾ ഇവിടെ അല്പമെങ്കിലും പെയ്തൊഴിച്ച് യാത്ര തുടരുമായിരുന്നു. എത്രയോ തലമുറകളായി കൃഷി ചെയ്യുകയും നിലനിർത്തുകയും ചെയ്ത പാടശേഖരങ്ങളാണ് ആലുവ മുതൽ കളമശ്ശേരി വരെ നീണ്ടു കിടക്കുന്ന 750 ഏക്കറോളം വരുന്ന ചവർപാടവും കട്ടേപ്പാടവും. എറണാകുളം ജില്ലയുടെ കുടിവെള്ളത്തിൻ്റെ ഒരു പ്രധാന സ്രോതസ്സായ ഈ കൃഷിഭൂമിയിൽ പല തലമുറകളായി കൃഷി നിലനിർത്തിയപ്പോൾ നമ്മുടെ പൂർവികർ ജീവന് അടിസ്ഥാനമായ കുടിവെള്ളം കൂടിയാണ് അന്ന് സംരക്ഷിച്ചു നൽകിയത്. ഈ പാടശേഖരത്തിൽ 300 ഏക്കറോളം വരുന്ന പ്രദേശം നികത്തി കഴിഞ്ഞു. ഈ പ്രദേശങ്ങളിൽ കുടിവെള്ളക്ഷാമം രൂക്ഷമായി കഴിഞ്ഞു. ഇപ്പോൾ 10 ഏക്കറിൽ താഴെ മാത്രമേ സാധാരണ കൃഷിക്കാരുടെ കയ്യിലുള്ളൂ.